ഇനി നമുക്കൊന്ന് പഠിക്കാനുള്ളത് തിയറീസ് ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ മുതലാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ തൊട്ടും പോലെ അതിൽ ഇവിടെ വരെ നമ്മളെന്താ ഡിസ്കസ് ചെയ്ത് പോയി. അപ്പോൾ കുറേ തിയറീസ് ഉണ്ട് ലാംഗ്വേജ് അക്വിസിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, എസ്പെഷ്യലി സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ലാംഗ്വേജ് അക്വിസിഷനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ലിംഗ്വിസ്റ്റിക് തിയറിയാണ്. ലിംഗ്വിസ്റ്റിക് തിയറി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണ്? നോം ചോംസ്കിയുടെ പേരായിരിക്കും. ഓക്കെ, അപ്പോൾ ലിംഗ്വിസ്റ്റിക് തിയറികളിലെ ഏറ്റവും പ്രധാനമായ തിയറി ഏതാന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ലിംഗ്വിസ്റ്റിക് തിയറി ബൈ നോം ചോംസ്കി. ലാംഗ്വേജ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട തിയറികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ലിംഗ്വിസ്റ്റിക് തിയറിയാണ്. ലിംഗ്വിസ്റ്റിക് തിയറി എന്ന് കേൾക്കുമ്പോൾ ആരെ ഓർമ്മ വരണം? നോം ചോംസ്കിനെ ഓർമ്മ വരണം. ദ മേജർ കോൺട്രിബ്യൂഷൻ ടു ദിസ് തിയറി വെർ മെയ്ഡ് ബൈ. ഈ ലിംഗ്വിസ്റ്റിക് തിയറി എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ ആശയങ്ങളുടെ ഭാഗമായിട്ടാണ് ലിംഗ്വിസ്റ്റിക് തിയറി ഉണ്ടായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ നൽകിയിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് നോം ചോംസ്കി എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ചോംസ്കി, ഹ്യൂമൻസ് ഹാവ് ജനറ്റിക്കലി ഡിറ്റർമൈൻഡ് കപ്പാസിറ്റി ഫോർ ലാംഗ്വേജ്. ജനറ്റിക്കലി, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഒരു ജനറ്റിക്കലായിട്ടുള്ള ഒരു സ്കിൽ, ഒരു കപ്പാസിറ്റി, ഭാഷയ്ക്ക് വേണ്ടിയുള്ള കപ്പാസിറ്റി മനുഷ്യനുണ്ട് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ചോംസ്കി പറഞ്ഞിട്ടുള്ളത്. അതിനെ അദ്ദേഹം ഒരു പേരിട്ട് വിളിച്ചു. എന്താണ് സുജി ആ പേര്? ലാഡ്. ലാഡ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് അല്ലേ? ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയുന്ന ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു ഡിവൈസ്, ഒരു ഉപകരണം മനുഷ്യന്റെ ഉള്ളിൽ, മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ ഉണ്ട് എന്ന ഒരു എന്താ പറയുക, ആ ഒരു സംഗതിക്ക് അദ്ദേഹം ഒരു സാങ്കല്പികമായ രൂപം കൊടുക്കുകയാണ്. അതിൻ്റെ പേരാണ് ലാഡ് എന്ന് പറയുന്നത്. ലാഡ്. ഓക്കെ, അപ്പോൾ ചോംസ്കിയെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്ന്, ഹീസ് എൻ അമേരിക്കൻ ബോൺ ലിംഗ്വിസ്റ്റ്. വാട്ട് ഈസ് ലിംഗ്വിസ്റ്റ്? ലിംഗ്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ സുജി? ലാംഗ്വേജിനെ കുറിച്ചുള്ള പഠനമാണ്. ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കുന്ന ഭാഷാ ശാസ്ത്രജ്ഞനെയാണ് നമ്മൾ ലിംഗ്വിസ്റ്റ് എന്ന് പറയുക, അല്ലെ? ചോംസ്കി ഏത് രാജ്യക്കാരനായിരുന്നു? അമേരിക്കൻ ബോൺ ലിംഗ്വിസ്റ്റ്. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇനി പറയുന്നതാണ് ഹി നോൺ ആസ് ഫാദർ ഓഫ് മോഡേൺ ലിംഗ്വിസ്റ്റിക്സ്. യെസ്, ഫാദർ ഓഫ് മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് എന്നറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു നോം ചോംസ്കി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമേരിക്കൻ ലിംഗ്വിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. 1957 in 1957 ചോംസ്കി with his revolutionary book Syntactic Structures laid the foundation of his non-empiricist theory of language. ഭാഷയെക്കുറിച്ചുള്ള ഒരു നോൺ എംപൈറിസിസ്റ്റ് തിയറി അദ്ദേഹം കൊണ്ടുവന്നത് ഏത് പുസ്തകത്തിലൂടെയാണ്? സിന്റാക്ടിക് സ്ട്രക്ചേഴ്സ്. ഈ നോൺ എംപൈറിസ്റ്റിക് ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, എംപൈറിസിസ്റ്റ് അല്ലേ? ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ ഞാൻ നോം ചോംസ്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് പോയിന്റുകൾ പ്രധാനപ്പെട്ട ഒന്ന് പറഞ്ഞ സുജി? He is an American born linguist. He is a father of modern linguistics. In 1957 നോൺ എംപൈറിസിസ്റ്റ് തിയറി അദ്ദേഹം പബ്ലിഷ് ചെയ്തത് 1957 in his book Syntactic Structure എന്ന ബുക്കിലൂടെ. ഗുഡ്. ഇനി നമുക്ക് ഈ ലാഡിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ലാഡ് എന്ന് പറഞ്ഞാൽ എ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഈസ് എ ഹൈപ്പോത്തറ്റിക്കൽ ടൂൾ ആണ്. അത് ജനിച്ചു വരുമ്പോൾ തലേൻ്റെ ഉള്ളിൽ ഒരു ഉപകരണം ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? നോ, ഇറ്റ്സ് എൻ ഹൈപ്പോത്തറ്റിക്കൽ ടൂൾ. റിയൽ അല്ല, അത് ഹൈപ്പോത്തറ്റിക്കലാണ്. അങ്ങനെയുള്ളത് ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പത്തിൽ. എ ചൈൽഡ്സ് ബ്രെയിൻ ദാറ്റ് മേക്സ് ലേണേഴ്സ് ഏബിൾ ടു അക്വയർ ആൻഡ് പ്രൊഡ്യൂസ് ലാംഗ്വേജ്. കുട്ടികളെ ഭാഷ അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഭാഷ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ ടൂളാണ് ലാഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു ലേൺ ആൻഡ് അസിമുലേറ്റ് ദി ലാംഗ്വേജ് ഈസിലി. ഭാഷ ഉൾക്കൊള്ളുന്നതിനും അതുപോലെ പഠിക്കുന്നതിനും ഈ ലാഡ് സഹായിക്കുന്നു. അതായത് അക്വയർ ആൻഡ് പ്രൊഡ്യൂസ് ലാംഗ്വേജ്, ഭാഷ അക്വയർ ചെയ്യുന്നതിനും പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും ലാഡ് സഹായിക്കും. ലേൺ ആൻഡ് അസിമുലേറ്റ് ദി ലാംഗ്വേജ് ഈസിലി, ഭാഷയെ മനസ്സിലാക്കുന്നതിനും അസിമുലേറ്റ് ചെയ്യുന്നതിനും ഉൾക്കൊള്ളുന്നതിനുമായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അനലൈസ് ലാംഗ്വേജ് ആൻഡ് എക്സ്ട്രാക്ട് ബേസിക് റൂൾസ്, ഭാഷയെ അനലൈസ് ചെയ്യാൻ വേണ്ടി, വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ എക്സ്ട്രാക്ട്
ബേസിക് റൂൾസുകളൊക്കെ എക്സ്ട്രാക്ട് ചെയ്ത് അതിന് എടുക്കാൻ വേണ്ടിയിട്ട് ലാഡ് സഹായിക്കുന്നു. എൻകോഡ് ദ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഓഫ് ലാംഗ്വേജ്, ഒരു ഭാഷയുടെ ഗ്രാമർ ഘടനയെ മനസ്സിലേക്ക് പതിപ്പിക്കാനും ഈ ലാഡ് സഹായിക്കുന്നു. ലാഡ് എന്ന് പറഞ്ഞാൽ തലേൻ്റെ ഉള്ളിൽ തപ്പി നോക്കണ്ട, ഇറ്റ്സ് എ ഹൈപ്പോത്തറ്റിക്കൽ ടൂൾ. ആരാണ് ഈ ലാഡ് കൊണ്ടുവന്നത്? ദീപ സിറ്റി. ആരുടെ ആശയമാണ് ഈ ഹൈപ്പോത്തറ്റിക്കൽ ടൂൾ ലാഡ്, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയുന്നത്? നോം ചോംസ്കിയുടെ. വെരി ഗുഡ്, ഓക്കെ, താങ്ക് യു. ഞാൻ പറഞ്ഞിരുന്നു ദീപ, ചോംസ്കി ഒരു ലിംഗ്വിസ്റ്റ് ആണ്, ഫേമസ് ആയിട്ടുള്ള, അല്ലേ? ലിംഗ്വിസ്റ്റ് മീൻസ് ലിംഗ്വിസ്റ്റിക്സിൽ കുറിച്ച് പഠനങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് ലിംഗ്വിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ലിംഗ്വിസ്റ്റിക്സ്, ദീപ? Scientific study of language. Yes, linguistics is a scientific study of language. But what does this actually mean? യഥാർത്ഥത്തിൽ നിങ്ങൾ ചില പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം, വാട്ട് ഈസ് ലിംഗ്വിസ്റ്റിക്സ്? എക്സാമിന് ചിലപ്പോൾ ചോദിച്ചേക്കാം. ലിംഗ്വിസ്റ്റിക്സ് മീൻസ് ഇറ്റ്സ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. ലിംഗ്വിസ്റ്റിക്സ്, അതിലുള്ള സയന്റിസ്റ്റുകളെയാണ് ലിംഗ്വിസ്റ്റ് എന്ന് പറയുന്നത്, ഭാഷാ വിദഗ്ധൻ. ഓക്കെ, this means that linguistics is a study of anything and everything to do with language. As a result of this, the field is divided into a number of different areas. ഭാഷയെക്കുറിച്ചുള്ള ഏത് തരത്തിലുള്ള പഠനവും ലിംഗ്വിസ്റ്റിക്സിന്റെ കീഴിൽ വരും. അതുകൊണ്ട് തന്നെ ഈ ലിംഗ്വിസ്റ്റിക്സിന് ഒരുപാട് ശാഖകളുണ്ട്. ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ്, സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ്, സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്, കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ്, ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ്, ഇങ്ങനെ ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. ഇതൊന്നും കാണാതെ പഠിക്കൊന്നും വേണ്ട, വെറുതെ മനസ്സിലാക്കി പോയാൽ മതി. ഓക്കെ, ഇനി ഇത്രയാണ് നമുക്ക് ബേസിക്കലി ചോംസ്കിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത്. ഇനി നമ്മൾ ഈ ഭാഷയുടെ സ്ട്രക്ചറിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഭാഗമാണ് ഇന്നലെ ഞാൻ തന്നതിൽ ചെറിയ വ്യത്യാസമുള്ളത്, അതുകൊണ്ട് റിപ്ലേസ് ചെയ്തിട്ടുണ്ട്. നോട്ട് ന്യൂ എഡിറ്റഡ് നോട്ടാണ് തന്നിട്ടുള്ളത്. വി ക്യാൻ ഫർദർ സബ്ഡിവൈഡ്, അതായത് ലിംഗ്വിസ്റ്റിക്സിൽ നമ്മളിപ്പോൾ പഠിച്ച ലിംഗ്വിസ്റ്റിക്സ്, അതിനെ വീണ്ടും നമുക്ക് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാം? 6 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിനാണ് നമ്മൾ സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതായത് ലിംഗ്വിസ്റ്റിക്സിൽ ഭാഷയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇനി ഞാനീ പറയുന്നതാണ്. phonetics, phonology, morphology, syntax, semantics, pragmatics. Adira, which are the structures of language in linguistics? Phonetics, phonology, morphology, syntax, semantics, pragmatics. Okay, good. Phonetics എന്ന് പറഞ്ഞാൽ അതിൽ പേരിൽ തന്നെ ഉണ്ട് എന്ത്? It's a study of speech sound. സ്പീച്ച് സൗണ്ടിനെ കുറിച്ചുള്ള പഠനമാണ് സൗണ്ട്. ഫണറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉച്ചാരണമാണ്, അല്ലെ? ഉച്ചാരണ ശാസ്ത്രമാണ് ഫണറ്റിക്സ്. അപ്പൊ ഫണറ്റിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് speech sound and physical aspect. Then what is phonology? Phonology, study of speech sound in cognitive aspects. Yes. അപ്പൊ നമുക്കറിയാം ഫോണറ്റിക്സും ഫോണോളജിയും രണ്ട് ഫോണിലാണ്. ഫോൺ മീൻസ് ഇറ്റ് ഇസ് സൗണ്ട്, സ്പീച്ച്. അപ്പോൾ ഫോണറ്റിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട് ആൻഡ് ഫോണോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ദ സ്പീച്ച് സൗണ്ട്. ബട്ട് ദ പ്രോബ്ലം, the difference between them is that the phonetics is the study of the speech sound in their physical aspects, but phonology is in their cognitive aspects. കോഗ്നിറ്റീവ് ആസ്പെക്റ്റിലുള്ള ശബ്ദത്തെ കുറിച്ചുള്ള പഠനത്തെയാണ് ഫോണോളജി എന്ന് പറയുന്നതെങ്കിൽ ഫിസിക്കൽ ആസ്പെക്റ്റിലുള്ള ശബ്ദത്തിന്റെ പഠനത്തെ കുറിച്ച് ഇപ്പൊ നമ്മൾ IPA ഒക്കെ ഉണ്ടാവും, ഇന്റർനാഷണൽ ഫോണറ്റിക്, നമ്മൾ IPA എന്നാണ് നമ്മൾ പറയാറുള്ളത്, അല്ലേ? ഓക്കെ, അതായത് ഇംഗ്ലീഷിലെ പ്രൊണൗൺസിയേഷൻ നമ്മളിങ്ങനെ ഡിക്ഷണറിയിൽ കണ്ടിട്ടില്ല, എൻ്റെ IPA എഴുതി വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? That is IPA. That is, it's part of phonetics. That means the study of the speech sound in the physical aspects. എന്നാൽ നമ്മളിപ്പോൾ ഈ ഉച്ചാരണത്തിൽ വരുന്ന ഡിഫറൻസ്, കോഗ്നിറ്റീവ് തലത്തിൽ വരുന്ന ഡിഫറൻസുകൾ ഉണ്ടല്ലോ, ബുദ്ധിപരമായിട്ടുള്ള തരത്തിലുള്ള, അതിനെ ഫോണോളജി എന്നാണ് പറയുക. അപ്പൊ ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. രണ്ടും സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്സ് ആണ്, ബട്ട്
One in the physical aspects, the another one in the cognitive aspects. Okay. Okay, Adira, what is morphology? Morphology is the study of formation of words. Words. Like morphology. Morphology is morph means word. Morph. അപ്പൊ അത് മോർഫോളജി ഓർത്തിരിക്കുക. ഈ എം തിരിച്ചിട്ടാൽ ഡബ്ല്യു ആയി അല്ലെ, മോർ തിരിച്ചിട്ടാൽ വേർഡ് വോർ ആയി, അങ്ങനെ ഓർത്താൽ മതി. മോർഫോളജി ഈസ് വേർഡ്. ഓക്കെ, അത് ഫോർമേഷൻ ഓഫ് ദ വേർഡ്സ്, വാക്കുകളുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനത്തെയാണ് മോർഫോളജി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സിൻടാക്സ്. ഇതാണ് എല്ലാവർക്കും മാറിപ്പോകുന്നത്. ഒന്ന് സിൻടാക്സും ഒന്ന് സെമാൻറ്റിക്കും. വാട്ട് ഈസ് സിൻടാക്സ്, Adira? Formation of the sentence. Formation of sentence. Then what is formation of word or Morphology. Morphology. Formation of sentence. Syntax. Morphology, syntax. Morphology is the study of the formation of words, whereas syntax is the study of the formation of the sentence. Sentence എന്ന് എഴുതുമ്പോൾ തന്നെ അതിനകത്ത് സിൻഡ അല്ലെ, സെൻഡ, സിൻഡ അങ്ങനെ കണക്ട് ചെയ്തൂടെ? കണക്ട് ചെയ്യാം. ഓക്കെ, സെൻഡ, സിൻഡ. ഓക്കെ, ഇനി നമ്മൾ സെമാൻറ്റിക് ആണ്. ഈ സെമാൻറ്റിക് മീൻസ് അത് മീനിങ്, അർത്ഥത്തെ കുറിച്ചുള്ള അർത്ഥം മീനിങ്ങിനെ കുറിച്ചുള്ള പഠനമാണ് സെമാൻറ്റിക് എന്ന് പറയുന്നത്. സെമാൻറ്റിക്. ഓക്കെ, ആ മാൻറ്റിക്കിന്റെ മീനിങ്ങിന്റെ മാൻ ഉണ്ട് ഉള്ളില്, സോ സെമാൻറ്റിക്സ് മീൻസ് ഇറ്റ്സ് സ്റ്റഡി ഓഫ് മീനിങ്. എന്താണ് അതിര? സ്റ്റഡി ഓഫ് മീനിങ്. പ്രാഗ്മാറ്റിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് യൂസ്, ഭാഷയുടെ ഉപയോഗം എന്ന് പറഞ്ഞ ഭാഷയുടെ ഉപയോഗം. Pragmatics. Use. Okay, thank you, thanks a lot. So I request Miss Bhavya, could you please come forward? Bhavya, hello sir. Okay, let me ask you questions. Bhavya, are you there? Yes. Okay, let me ask you, which is the study of language use? Pragmatic. Which is the study of the meaning of the words? Semantics. Then which is a study of the formation of words? Morphology. Study of the formation of sentence? Syntax. Okay, any cognitive aspect ഉള്ള സ്പീച്ച് സൗണ്ടിനെ കുറിച്ചുള്ള പഠനം? Phonology. Ology അല്ലേ? And the physical aspect ഉള്ളതോ? Phonetics. Okay, ഇനി മാറിപ്പോലല്ലോ, പഠിച്ചില്ലേ? ഇല്ല. Okay, thank you. Deeva CTA. Sir. What is morphology? More, തിരിച്ചിട്ട word. Study of word. Formation of words. Okay, study of the formation of words. അങ്ങനെയാണെങ്കിൽ സിൻടാക്സ് ഇല്ല, സിൻടാക്സ് Study of the sentence. സെന്റൻസ് അല്ലേ? അപ്പൊ സ്റ്റഡി ഓഫ് the formation of the sentences. അപ്പൊ വേർഡ്സ് മോർഫോളജി അല്ലേ? Morphology. ഗുഡ്, മാറിപ്പോണ്ട. ഓക്കെ, താങ്ക് യു. ഇനി നമ്മൾ ഈ ചോംസ്കിയുടെ തന്നെ ചോംസ്കി കോയിൻ ചെയ്ത 2 ടേംസ് ആണ് ഡീപ് സ്ട്രക്ചറും സർഫസ് സ്ട്രക്ചറും. സുജി പറ, എന്താ? Surface structure and deep structure. ഓക്കെ, സർഫസ് സ്ട്രക്ചറിനെയാണ് നമുക്ക് സൂപ്പർഫിഷ്യൽ സ്ട്രക്ചർ എന്ന് പറയാം. സൂപ്പർഫിഷ്യൽ. ഓക്കെ, പറഞ്ഞ സുജി. സർഫസ് സ്ട്രക്ചറിനെ അതിനെ നമുക്ക് എന്ത് പറയാം? സ്ട്രക്ചർ എന്ന് വിളിക്കാം. ഓക്കെ, who coined this two words, deep structure and surface structure? This time Noam Chomsky. It was like these രണ്ട് ഡീപ് സ്ട്രക്ചർ അല്ലെങ്കിൽ സർഫസ് സ്ട്രക്ചർ എന്ന് പറയുന്ന 2 ടേംസുകൾ കോയിൻ ചെയ്ത വ്യക്തിയുടെ പേര് ചോംസ്കി എന്നാണ്, 1960 കേട്ടോ. ഓക്കെ, എന്താണ് സർഫസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർഫസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം സൂപ്പർഫിഷ്യൽ ആയ കാര്യമാണ്. സൂപ്പർഫിഷ്യൽ.
ബാഹ്യമായിട്ടുള്ള, അതായത് ഇങ്ങനെ ആഴത്തിലുള്ളതല്ല. ദാറ്റ് ഈസ് സൂപ്പർഫിഷ്യൽ. റെപ്രസെൻറ്റ് ദ ആക്ച്വൽ പ്രൊഡ്യൂസ്ഡ് ഫോം ഓഫ് എ സെൻറ്റൻസ്. ഇപ്പം ഞാനൊരു സെൻറ്റൻസ് നിങ്ങളോട് പറയാം. ഇപ്പം എന്താ പറയുക, എന്തെങ്കിലും ഒരു സെൻറ്റൻസ്. ഇപ്പോൾ രാമ കിൽഡ് രാവണ. നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു സെൻറ്റൻസ് കാണുമ്പോൾ രാമൻ കിൽഡ് രാവണ, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം രാമ 2 നൗണുകളുണ്ട്, കിൽഡ് എന്ന് പറയുന്ന ഒരു വെർബ് ഉണ്ട്, കൊന്നു. ഞാൻ തിരിച്ച് വേണം ഫാസി വോയിസിൽ പറയും, രാവണ വാസ് കിൽഡ് ബൈ രാമ. അപ്പം നിങ്ങൾ നോക്ക്, ഇത് 2 തിരിച്ചെഴുതിയിരിക്കുകയാണ്. രാവണൻ വാസ്. അതിൻ്റെ ഗ്രാമറിലേക്കാണ് നിങ്ങൾ നോക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഘടനയിലേക്ക് നിങ്ങൾ നോക്കുന്നുള്ളൂ. എന്നാൽ നിങ്ങൾ ചിന്തിക്കുകയാണ് രാമൻ. ഓക്കെ, നമുക്കറിയാം രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര ബിന്ദുവാണ് ആര്? രാമൻ എന്ന് പറയുന്നത്. രാമായണവുമായി ബന്ധപ്പെട്ടതാണല്ലോ അത്. അതുപോലെ രാവണൻ നമുക്കറിയാം ഒരു ദുഷ്ടനായിട്ടുള്ള ഒരു രാക്ഷസ രാജാവാണ്. അപ്പം ഇങ്ങനെയുള്ള ആ ഒരു സംഗതിയെ നിങ്ങളൊരു ഇൻ്റലക്ച്വലി ആയിട്ട് നിങ്ങൾ അതിനെ കാണുന്നു വെച്ചോ. അപ്പോൾ നിങ്ങൾ ആ ചിന്തിക്കുന്ന കാര്യങ്ങളില്ലേ, അത് ഡീപ്പ് സ്ട്രക്ചറാണ് ഭാഷയുടെ. ഞാൻ ഇങ്ങനെ എഴുതിയ ഈ 2 സെൻറ്റൻസ് അതിൻ്റെ സർഫസ് സ്ട്രക്ചറാണ്, ഭാഷയുടെ സർഫസ് സ്ട്രക്ചറാണ് ആ സെൻറ്റൻസുകൾ. പക്ഷെ അതിന് ആഴത്തിലേക്ക് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുമ്പോൾ ദാറ്റ് ഈസ് ഡീപ്പ് സ്ട്രക്ചർ. അപ്പോൾ ഈ സർഫസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ദ ആക്ച്വൽ പ്രൊഡ്യൂസ്ഡ് ഫോം ഓഫ് ദ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസ് എന്താണോ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ദാറ്റ് ഈസ് സർഫസ് സ്ട്രക്ചർ. റിഫേഴ്സ് ടു ഹൗ സെൻറ്റൻസ് ഈസ് പ്രൊണൗൺസ്ഡ് റിട്ടൺ. ഞാനിങ്ങനെ വായിക്കത് രാമ കിൽഡ് രാവണ. എന്താണോ ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ദ സർഫസ് സ്ട്രക്ചർ. എന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ പോകുമ്പോഴാണ് എന്താവുന്നത്, അബ്സ്ട്രാക്റ്റ് രൂപത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അബ്സ്ട്രാക്റ്റ് സ്ട്രക്ചർ അണ്ടർലൈങ് സർഫസ് സ്ട്രക്ചർ. സർഫസ് സ്ട്രക്ചറിനെ അണ്ടർലൈൻ ചെയ്തുകൊണ്ട് അതിനെ ആഴത്തിൽ നമ്മൾ പോയിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു അബ്സ്ട്രാക്റ്റ് രൂപം നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ വരികയാണ്, അതിൻ്റെ ആശയങ്ങൾ. ദാറ്റ് ഈസ് ഡീപ്പ് സ്ട്രക്ചർ. പ്രൊവൈഡ്സ് ദ ഡീപ്പ് സ്ട്രക്ചർ പ്രൊവൈഡ്സ് ദ സെമാൻറ്റിക് മീനിങ്. ഡീപ്പ് സ്ട്രക്ചർ എന്ത് മീനിങ്ങാണ് നമുക്ക് തരുന്നതെന്ന് ചോദിച്ചാൽ സെമാൻറ്റിക് ആയിട്ടുള്ള മീനിങ് ആണ്. സെമാൻറ്റിക്. ഓക്കെ, സെമാൻറ്റിക്. ഈ സെമാൻറ്റിക് എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ആതിര, വാട്ട് ഈസ് സെമാൻറ്റിക്? സെമാൻറ്റിക്സ് മീനിങ്ങിനെ കുറിച്ചുള്ളത്. സെമാൻറ്റിക്സ് എന്ന് പറഞ്ഞ മീനിങ്ങിനെ കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ ഇവിടെ സെമാൻറ്റിക് മീനിങ്, ഒരു സെന്റൻസിന്റെ സെമാൻറ്റിക് ആയിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത് സർഫസ് സ്ട്രക്ചർ ആണോ ഡീപ്പ് സ്ട്രക്ചർ ആണോ? ഡീപ്പ് സ്ട്രക്ചർ. കാരണം അതിന്റെ മീനിങ് ഇല്ലേ, അർത്ഥം. ഇപ്പൊ ഞാൻ രാമ കിൽഡ് രാവണ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് പോവുകയാണ്. സോ ദാറ്റ് ഈസ് ഡീപ്പ് സ്ട്രക്ചർ. ഓക്കെ. എന്നാൽ സർഫസ് സ്ട്രക്ചർ എന്താണ്? ഇറ്റ്സ് പ്രൊനൗൺസ്ഡ് ആണ്. ഓക്കെ. പ്രൊനൗൺസിയേഷനെ കുറിച്ചുള്ള പഠനം ഏതാണ്? ഫോണോളജിക്കൽ അല്ലേ? അപ്പൊ ഈ സർഫസ് സ്ട്രക്ചർ അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഫോണോളജിക്കൽ ആണ്. ഡീപ്പ് സ്ട്രക്ചർ എന്താണ്? സെമാൻറ്റിക്. ഓക്കെ. ഈ ഡീപ്പ് സ്ട്രക്ചർ കൺവേഴ്സ് സെമാൻറ്റിക് കണ്ടന്റ്. സർഫസ് സ്ട്രക്ചർ ഡിറ്റർമൈൻസ് ഫോണറ്റിക് ഫോം. മനസ്സിലായോ? ഓക്കെ. സെമാൻറ്റിക് ആൻഡ് ഫോണറ്റിക്. ഓക്കെ. നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ഡീപ്പ് സ്ട്രക്ചർ ടു ഇന്റർപ്രറ്റ് മീനിങ്. നമ്മളൊരു കാര്യത്തെ കുറിച്ച് നോക്കുമ്പോൾ നേറ്റീവ് സ്പീക്കേഴ്സ് ലാംഗ്വേജ് നന്നായിട്ട് അറിയാമ്പോൾ സ്റ്റാർട്ട് ടു തിങ്ക് ഓർ ഇന്റർപ്രറ്റ് മീനിങ്, അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. സർഫസ് സ്ട്രക്ചർ റിഫ്ലക്ട്സ് ദ ഫൈനൽ ലിംഗ്വിസ്റ്റിക് എക്സ്പ്രഷൻ. നമ്മളെ കാര്യം മനസ്സിൽ ചിന്തിച്ചിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും എഴുതുമ്പോൾ അത് സർഫസ് ആയി. ഓക്കെ, അത് സർഫസ് സ്ട്രക്ചറായി മാറി. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ചോദ്യത്തിലേക്ക് വരാം. സോ ഐ റിക്വസ്റ്റ് ഭവ്യ,
അവിടെ നമ്മൾ എഴുതുന്ന ശശി ഭവ്യ ഈ ചോദ്യം ഒന്ന് വായിച്ചിട്ട് ഒന്ന് ഉത്തരം പറഞ്ഞേ. വായിക്ക്. Language is structured at different levels. Choose the deepest and the most superficial of the levels. ഓക്കെ, ഇതിന്റെ ആൻസർ എന്തായിരിക്കും? Semantics and phonological. അതായത് ഡീപ്പ് എന്ന് പറയുമ്പോൾ, ഡീപ്പസ്റ്റ് എന്ന് പറയുമ്പോൾ Semantics. സെമാൻറ്റിക് അല്ലേ? സെമാൻറ്റിക്. ഈ സെമാൻറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? Study of meaning. മീനിങ് റിലേറ്റഡ് ആണ് അല്ലെ? മീനിങ്ങിലേക്ക് പോകുമ്പോഴാണ് അത് ഡീപ്പ് ആവുന്നത് അല്ലെ? സൂപ്പർഫിഷ്യൽ എന്ന് പറഞ്ഞാൽ സംഭവം എന്താ? സർഫസ് അല്ലെ? എന്താ സംഭവം? സർഫസ്. അപ്പൊ അത് എന്തായിരിക്കും? സർഫസ് സ്ട്രക്ചർ. പറയണ കാര്യം ഫെനോളജിക്കൽ. ഓക്കെ, അപ്പൊ ഇവിടെ ശരി ഉത്തരം സി ഓപ്ഷൻ സെമാന്റിക്സ്. സി സെമാന്റിക്സ് ആൻഡ് ഫോണോളജിക്കൽ. 2022 ചോദിച്ചാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഞാൻ എന്തായാലും നോട്ട് വായിച്ചിരുന്നോ? ക്ലിയർ ആണ് സർ. വായിച്ചു. അതിനകത്ത് കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ, അത് നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ല കേട്ടോ. അത് വെച്ചിട്ട് ഈ ചോദ്യത്തിനെ അളക്കരുത്, അത് തെറ്റാണ്. ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിൽ നിന്ന്. നിങ്ങൾ ആ നോട്ട് ഒഴിവാക്കണം. ഇന്ന് ഞാൻ നോട്ട് ഇട്ട് തരാം, ആ നോട്ട് വായിച്ചാൽ മതി കേട്ടോ. ഓക്കെ സാർ. ഇനി നോം ചോംസ്കിയെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ലിംഗ്വിസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. The major contribution to this theory were made by Noam Chomsky in 1957. According to Chomsky, humans have genetically determined capacity for language. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, മനുഷ്യന്മാർക്ക് ജനറ്റിക്കലി ഡിറ്റർമൈൻഡ് കപ്പാസിറ്റി ഉണ്ട് ലാംഗ്വേജിന്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആതിര? ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. യെസ്, ഈ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയുന്നത് നമ്മളെ അക്വയർ ആൻഡ് പ്രൊഡ്യൂസ് ലാംഗ്വേജ് അതിന് സഹായിക്കും. ലേൺ ആൻഡ് അസിമിലേറ്റ് ലാംഗ്വേജ് ഈസിലി അത് സഹായിക്കും. അനലൈസ് ലാംഗ്വേജ് ആൻഡ് എക്സ്ട്രാക്ട് ബേസിക് റൂൾസ് സഹായിക്കും. എൻകോഡ് ഗ്രാമാറ്റിക് റൂൾസും സ്ട്രക്ചേഴ്സും ഒക്കെ എൻകോഡ് ചെയ്യുന്നതിന് നമ്മളെ LAD സഹായിക്കും. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് സഹായിക്കും. This idea that language is innate mental capacity was an extremely groundbreaking and revolutionary idea at the time. ആ കാലഘട്ടത്തിലെ അത്ഭുതകരമായ, ഗ്രൗണ്ട് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതകരമായ ഒരു കണ്ടെത്തലായിരുന്നു. എന്ത് ആതിര? ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ്. ലാംഗ്വേജ്, ഭാഷ എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു ഇന്നേറ്റ് മെന്റൽ കപ്പാസിറ്റി ആണെന്നുള്ള അദ്ദേഹത്തിന്റെ കണ്ടെത്തലുണ്ടല്ലോ, അത് ഭയങ്കര ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിരുന്നു. ഭയങ്കര നൂതനമായ, ഗ്രൗണ്ട് ബ്രേക്കിംഗ് നൂതനമായ, പുതുമയുള്ള, അക്കാലത്ത് ഒരു പുതുമയുള്ള കണ്ടുപിടുത്തമായിരുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ലാംഗ്വേജ് എന്താണ്? ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ഇന്നേറ്റ് മെന്റൽ കപ്പാസിറ്റി, ഇന്നേറ്റ് കപ്പാസിറ്റിയാണ് ഹ്യൂമൻ ബ്രെയിനിലുള്ളത്. ഓക്കെ, അപ്പൊ അദ്ദേഹം ഒരു ഹൈപ്പോത്തറ്റിക്കൽ ടൂൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ടൂളിന്റെ പേരെന്താ? Hypothetical language acquisition device. Yes, okay. But during this latter half of the 20th century, the field was determined by something called behaviorism. അങ്ങനെയാണ് ഈ പറയുന്ന സംഗതി ബിഹേവിയറിസത്തിന്റെ ഭാഗമാകുന്നത്. നിങ്ങൾ ബിഹേവിയറിസത്തെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും. The view all behaviors are learned through interactions with the environment. അങ്ങനെ എല്ലാ ബിഹേവിയറിസ്റ്റുകളും പ്രകൃതിയുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടാണ് അവരുടെ തിയറീസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ദ ലീഡിംഗ് ബിഹേവിയറിസ്റ്റ് അറ്റ് ദ ടൈം സൈക്കോളജിസ്റ്റ് BF സ്കിന്നർ ഒരു ബിഹേവിയറിസ്റ്റ് ആണ്. അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു അദ്ദേഹത്തിന്റെ 1957 വെർബൽ ബിഹേവിയർ എന്ന് പറയുന്ന പുസ്തകത്തിൽ. അപ്പോൾ വെർബൽ ബിഹേവിയറിന്റെ ബുക്ക് ആരുടേതാണ് ആതിര? സ്കിന്നർ. അതിൽ അദ്ദേഹം പറഞ്ഞത് ഹ്യൂമൻസ് ആർ ബോൺ വിത്ത് ബ്ലാങ്ക് മൈൻഡ്. മനുഷ്യൻ ബ്ലാങ്ക് മൈൻഡോട് കൂടിയാണ് ജനിക്കുന്നത്. അദ്ദേഹം അതിനകത്ത് അസർട്ട് എന്നാ പറഞ്ഞത്, ഉറപ്പിച്ചു എന്നാ പറഞ്ഞത്. ഉറപ്പിക്കണമെങ്കിൽ മുമ്പ് ആരോ പറഞ്ഞിട്ടുണ്ടാവണ്ടേ? ബ്ലാങ്ക് മൈൻഡ്, ടബുല റാസ എന്ന പ്രയോഗം നടത്തിയത് സ്കിന്നർ അല്ല. അതാരാ? അത് ഞാൻ ഈ പാസേജ് പറയുന്നുണ്ട്. ടബുല റാസ എന്ന് പറയുന്ന കൺസെപ്റ്റ്
അതായത് ബ്ലാങ്ക് സ്ലേറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. ഒറിജിനേറ്റ്സ് ഫ്രം ദ ഫിലോസഫി ഓഫ് ദ എംപൈരിസിസം പർട്ടിക്കുലർലി അസോസിയേറ്റഡ് വിത്ത് ദ ഫിലോസഫർ ജോൺ ലോക്ക്. ആരാ? ജോൺ ലോക്ക്. ജോൺ ലോക്ക്, LOCKE. ജോൺ ലോക്ക് ആണ് ഏത് കൺസെപ്റ്റ് ആദ്യമായി പറഞ്ഞത്? ക്ലീൻ സ്ലേറ്റ് എന്നുള്ള കോൺസെപ്റ്റ്, എംപയറിസ്റ്റിന്റെ ലാറ്റിനിലെ ബ്ലാങ്കഡ് സ്ലേറ്റ് എന്നാ, സോറി ഇംഗ്ലീഷിലെ ബ്ലാങ്ക് സ്ലേറ്റ്, അതിന്റെ ലാറ്റിൻ ലാംഗ്വേജ് എന്താ? ടബുല റാസ. ടെബുല റാസ എന്ന് ആദ്യം പറഞ്ഞത് BF സ്കിന്നർ ആണോ? അല്ല. ആരാ? ജോൺ ലോക്ക്. ജോൺ ലോക്ക്. അപ്പൊ ആ ഒരു സംഗതിയെ ഉറപ്പിച്ചു, അസേർട്ട് ചെയ്തു ആര്? BF സ്കിന്നർ. ഓക്കെ. കോൺസിൽ ആക്വർ ലാംഗ്വേജ് മീൻസ് റിപ്പീറ്റഡ്ലി ലേണിംഗ് ആൻഡ് കോപ്പിംഗ് ദ ലാംഗ്വേജ് ഓഫ് ദാറ്റ് ദ ഹിയർ. ഓക്കെ, അത്രയേ ഉള്ളൂ, വേറൊന്നും അതിനകത്ത് ഇല്ല. ഇനിയിപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സ്കിന്നേഴ്സ് ഇമ്പോർട്ടൻ്റ് അല്ല. ഫോർ എക്സാമ്പിൾ ഇല്ല, ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, ഇനി ഹി ഹാസ് പ്രപ്പോസ്ഡ് ആര്? ചോംസ്കി, ലാംഗ്വേജ് അക്വിസിഷൻ തിയറി. ഹൂ പ്രപ്പോസ്ഡ് ലാംഗ്വേജ് അക്വിസിഷൻ തിയറി? ആതിര? നോം ചോംസ്കി. Okay, that is primarily related with language development. ഇത് ലാംഗ്വേജ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട തിയറിയാണ്. ഇറ്റ് മെയിൻലി എംഫസൈസ് ദാറ്റ് the children have an innate universal grammar. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു കുട്ടികൾക്ക് എന്തുണ്ടെന്ന് പറഞ്ഞത്? ഒരു innate യൂണിവേഴ്സൽ ഗ്രാമർ. യൂണിവേഴ്സൽ ഗ്രാമർ ഉണ്ട്. അത് അവരെ ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നതിന്, അത് അണ്ടർസ്റ്റാൻഡിങ് ഗ്രാമറിനൊക്കെ സഹായിക്കും. ഡെവലപ്പിംഗ് ഗ്രാമാറ്റിക്കൽ സെന്റൻസ് സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് സഹായിക്കും. അതായത് സെൻസറി എക്സ്പീരിയൻസോട് കൂടിയിട്ട് അവരുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, സെർവിങ് ആസ് എ ബേസിക്സ് ഫോർ ഓൾ ലാംഗ്വേജസ് ഡിസ്പൈറ്റ് ദ എക്സിസ്റ്റിംഗ് ഡിഫറൻസ് ബിറ്റ്വീൻ ദം. ഏത് ഭാഷയും കുട്ടികളിൽ ഇങ്ങനെ അവർക്ക് പഠിക്കാൻ സാധിക്കും. ഏത് ഭാഷ പഠിക്കാനുള്ള ഇന്നേറ്റ് യൂണിവേഴ്സൽ ഗ്രാമർ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരും, ഇന്നേറ്റ് യൂണിവേഴ്സൽ ഗ്രാമർ. തൊട്ട് മുമ്പിൽ നമ്മൾ പറഞ്ഞത് ഇന്നേറ്റ് മെന്റൽ കപ്പാസിറ്റി, ഭാഷ പഠിക്കാനുള്ള ഇന്നേറ്റ് മെന്റൽ കപ്പാസിറ്റി, അതുതന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്നേറ്റ് യൂണിവേഴ്സൽ ഗ്രാമർ. ഈ യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറയുന്ന ഈ പ്രയോഗം ചോംസ്കി പറഞ്ഞതാണ്. അതുകൊണ്ടാണ് അത് ഇന്നേറ്റ് യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് കേട്ടാൽ നിങ്ങൾ ചോംസ്കിന് ഓർമ്മ വരണം. അപ്പോൾ ഇന്നേറ്റ് എബിലിറ്റി അല്ലെങ്കിൽ ജനറേറ്റീവ് ഗ്രാമർ എന്നൊക്കെ കേട്ടാൽ ചോംസ്കിന് ഓർമ്മ വരണം. എന്താണ് ഇന്നേറ്റ് എബിലിറ്റി എന്ന് ഈ ലാംഗ്വേജ് തിയറിയിൽ ചോംസ്കി ഉദ്ദേശിച്ചത്? ചോംസ്കി സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ചിൽഡ്രൻ ബോൺ വിത്ത് ആൻ ഇന്നേറ്റ് നോളേജ്, കുട്ടികൾക്ക് ഒരു ഇന്നേറ്റ് നോളേജ് ഉണ്ട് ഓഫ് ഗ്രാമർ ദാറ്റ് സെർവ്സ് ആസ് ദ ബേസിക് ഫോർ ഓൾ ലാംഗ്വേജ് അക്വിസിഷൻ. ഏത് ഭാഷ പഠിക്കാനുള്ള ഒരു ഇന്നേറ്റ് ആയ ഗ്രാമറിന്റെ നോളേജ് ഉണ്ട് എന്ന് വിശദീകരിക്കുമ്പോഴാണ് ഈ ടേം ചോംസ്കി ഉപയോഗിച്ചത്, ഇന്നേറ്റ് എബിലിറ്റി. അതുപോലെ അക്കോർഡിംഗ് ടു ചോംസ്കി, ജനറേറ്റീവ് ഗ്രാമർ റെഫേഴ്സ് ടു ദ ഫിനിറ്റ് സെറ്റ് ഓഫ് ദ റൂൾസ് generate sentences and can be used to produce more sentences in the language. ചോംസ്കിയുടെ അഭിപ്രായ പ്രകാരം ഈ ജനറേറ്റീവ് ഗ്രാമർ എന്ന് പറയുന്നത് ഉള്ളിലൊരു ഫിനിറ്റ് റൂൾസ് ഉണ്ട്, സെറ്റ് ഓഫ് റൂൾസ്. അതായത് കൂടുതൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന തരത്തിലുള്ള കുറച്ച് ഗ്രാമർ റൂൾസുകൾ എവിടെയുണ്ട്? കുട്ടിയിലുണ്ട്. അതിനെയാണ് ഈ ജനറേറ്റീവ് ഗ്രാമർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നേറ്റീവ് എബിലിറ്റിയും ജനറേറ്റീവ് ഗ്രാമറും രണ്ട് ടേംസുകൾ ചോംസ്കിയുമായി ബന്ധപ്പെട്ടതാണ്. അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഷ്ലെസിംഗേഴ്സ് മോഡൽ ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ. നമ്മളിപ്പോൾ ആദ്യം നമ്മൾ പഠിച്ച തിയറികളിൽ ഒന്നാമത്തെ തിയറി എന്ന് പറയുന്നത് ചോംസ്കിയുടെ തിയറിയാണ്. നോം ചോംസ്കിയുടെ ലിംഗ്വിസ്റ്റിക് തിയറി. ലിംഗ്വിസ്റ്റിക് തിയറിയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ പരീക്ഷയ്ക്ക് സാധ്യതയുള്ളൂ. പിന്നെ ഉള്ളത് ഒന്ന് ജസ്റ്റ് ഷ്ലെസിംഗേഴ്സ് മോഡൽ ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ ആണ്. ഈ മോഡൽ, ഈ ഷ്ലെസിംഗേഴ്സ് മോഡൽ കൊണ്ടുവന്ന് ഷ്ലെസിംഗർ ആണ് 1971. ദിസ് ഈസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ചോംസ്കിയൻ മോഡൽ. ചോംസ്കിയൻ മോഡലിൽ നിന്നും ഇതിന് വ്യത്യാസമുണ്ട്. അതായത് ഈ ഷ്ലെസിംഗേഴ്സിന്റെ മോഡൽ വ്യത്യാസമുണ്ട്. സ്പീക്കർ പ്രൊഡ്യൂസസ് നോട്ട് ഓൺലി ഗ്രാമാറ്റിക്കൽ അട്ടറൻസ് ബട്ട് ഓൾസോ ആൻ അട്ടറൻസ് അപ്രോപ്രിയേറ്റ് ടു ദ ഒക്കേഷൻ, ഹിസ് കണ്ടീഷൻ. ഓരോ കണ്ടീഷൻ അനുസരിച്ചുള്ള ഭാഷയാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. ഗ്രാമാറ്റിക്കൽ അട്ടറൻസ് അല്ല, ഗ്രാമർ അവിടെ ഒരു ഘടകമല്ല എന്നാണ് ഇതിനകത്ത് പറഞ്ഞത്. പക്ഷെ ചോംസ്കി പറഞ്ഞത് ഒരു ഇന്നേറ്റ് ഗ്രാമർ, യൂണിവേഴ്സൽ ഗ്രാമർ ഉണ്ടാകും എന്ന് ചോംസ്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് വ്യത്യസ്തമായിട്ടാണ് ഇദ്ദേഹം പറഞ്ഞത്. വേറെ ഒന്നുമില്ല, ഇതൊന്നും പഠിക്കണ്ട, വേറൊന്നും
ഈ ഷ്ലെസിംഗറെ കുറിച്ച് ജസ്റ്റ് ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറി എന്ന് പറയുന്ന തിയറി ഉണ്ട്. അത് പ്രൊപ്പോസ്ഡ് ബൈ ജോർജ് എ മില്ലർ ആണ്, അതർ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ഇൻ 1950s. തിയറി ഡിസ്ക്രൈബ്സ് ഹൗ പീപ്പിൾ ഫോക്കസ് ഓൺ ദി ഇൻഫർമേഷൻ ആൻഡ് എൻകോഡ് ഇറ്റ് ഇൻ ടു ദ മെമ്മറീസ്. ഇൻഫർമേഷൻസ് എങ്ങനെയാണ് ആളുകൾ കളക്ട് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഓർമ്മയിലേക്ക് എൻകോഡ് ചെയ്യുന്നത്, ഇത്രയുമാണ് മില്ലർ പറഞ്ഞത്. ഇവിടെ നിങ്ങൾ അത്ര ഓർക്കണ്ടുള്ളൂ. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറി ആര് കൊണ്ടുവന്നാണ്? ആതിര, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറി ആരാ പ്രപ്പോസ് ചെയ്തത്? ജോർജ് എ മില്ലർ. മില്ലർ അല്ലേ. അതുപോലെ ഷ്ലെസിംഗേഴ്സ് മോഡലോ? ഷ്ലെസിംഗർ തന്നെയാണ് അല്ലേ. ഓക്കെ. അതുപോലെ പിന്നെ ഏതാണ് ലിംഗ്വിസ്റ്റിക് തിയറി? നോം ചോംസ്കി. ഇത്രയാണ് ഈ ഭാഗത്ത് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, വിച്ച് സൈക്കോളജിസ്റ്റ്, ഇത് ആതിര പറയുന്നതിന്റെ ഉത്തരം, വിച്ച് സൈക്കോളജിസ്റ്റ് ഗേവ് ദ തിയറി ഓഫ് ദ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്? നോം ചോംസ്കി. ഓപ്ഷൻ ബി അല്ലേ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് സുജി, രണ്ടാമത്തെ ചോദ്യം വായിച്ച് ഉത്തരം പറഞ്ഞേ. Who introduced the theory of universal grammar in language development? Chomsky. Option D. ഓപ്ഷൻ D. ബി. Chomsky. Universal grammar. യൂണിവേഴ്സൽ ഗ്രാമർ എന്ന ടേം ചോംസ്കി റിലേറ്റഡ് ആയിരുന്നു. ഓക്കെ, ഗുഡ്, താങ്ക് യു. നെക്സ്റ്റ് ദീപ സേട്ടി. Sir. The innate language theory by Noam Chomsky was devised on the language acquisition device and Universal grammar. ഗുഡ് അല്ലേ. ഇന്നേറ്റ് ലാംഗ്വേജ് തിയറി എന്ന് പറയുന്ന ചോംസ്കി, അദ്ദേഹം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒന്ന് LAD കുറിച്ചും പിന്നെ യൂണിവേഴ്സൽ ഗ്രാമർ അല്ലേ. യെസ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ഭവ്യ. Dash deals with the level of meaning in language. Semantics. A. ഇത് CTET-ന്റെ ഒരു ചോദ്യമാണ്. എന്താണ് മീനിങ് ഇൻ ലാംഗ്വേജ്? Semantics. ഈ മീനിങ്ങിന്റെ മാൻ ഉണ്ട് ഇവിടെ അല്ലേ, സെമാൻറ്റിക്. ഓർക്കാൻ എളുപ്പല്ലേ? യെസ്, ഗുഡ്. അടുത്തത് ദീപ. വിച്ച് ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ഇൻവെസ്റ്റിഗേറ്റ്സ് ദ സ്റ്റഡി ഓഫ് ദ ലാംഗ്വേജ് ഇൻ സോഷ്യൽ കണ്ടെക്സ്റ്റസ്? ലാംഗ്വേജ് യൂസ് ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. ലാംഗ്വേജ് യൂസിനെ കുറിച്ചുള്ള പഠനം. പ്രാഗ്മാറ്റിക്സ്. യെസ്, പ്രാഗ്മാറ്റിക്സ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ആതിര. Which branch of linguistics is concerned with the study of the formation of words? Option C. Morphology. Formation of word അല്ലേ. വേർഡിന്റെ W തിരിച്ചിട്ടാൽ M അല്ലേ, MOR, മോർഫോളജി, അങ്ങനെയല്ലേ നമ്മൾ ഓർത്തത്? യെസ്. ഇനി നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ തിയറിയാണ്. ഇപ്പൊ എടുക്കണോ? എടുക്കട്ടെ, കുഴപ്പമില്ലല്ലോ. എടുക്കാം. കുറച്ചേ ഉള്ളൂ. ഇതും കൂടെ അങ്ങ് കഴിഞ്ഞാൽ ഈ പരിപാടി എത്തിരും. ഓക്കെ, ഇവിടെ ഒന്നുമില്ല. ഇവിടെ നിങ്ങൾ ഓൾറെഡി സൈക്കോളജി പഠിച്ച കാര്യമാണ്. സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ തിയറീസിൽ വൈഗോഡ്സ്കിയുടെ സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ ആണ് പ്രധാനപ്പെട്ടത്. വൈഗോഡ്സ്കിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലെവ് വൈഗോഡ്സ്കി റഷ്യൻ സൈക്കോളജിസ്റ്റ് ആണ്. അപ്പോ ദീപ, നമ്മളെ നോം ചോംസ്കി ഏത് സൈക്കോളജിസ്റ്റാ? ഏത് രാജ്യക്കാരൻ? അമേരിക്കൻ ആണ് അല്ലെ. അമേരിക്കൻ. അദ്ദേഹം എന്തിന്റെ ഫാദറാ? മോഡേൺ ലിംഗ്വിസ്റ്റിക്സിന്റെ ഫാദർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ലെവ് വൈഗോഡ്സ്കി എന്ന് പറഞ്ഞ റഷ്യൻ ആണ്. He is originally a teacher and literary scholar. It is he who paved the way for the reforming constructivism. കൺസ്ട്രക്റ്റിവിസത്തിന്റെ ആളാണ് ഇദ്ദേഹം. ഓക്കെ, അപ്പൊ ചോംസ്കിയോ ഏത് ഇസത്തിന്റെ ആളാണ്? ലിംഗ്വിസ്റ്റിക് ആണ്. അദ്ദേഹം ബിഹേവിയറിസം അല്ലെ, ബിഹേവിയറിസ്റ്റ് ആണ്. ആൻഡ് ഗേവ് ബർത്ത് ടു സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ഓക്കെ, ഇദ്ദേഹം സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിന്റെ ആളാണ്. അക്കോർഡിംഗ് ടു ഹിം, സോഷ്യൽ ഇന്ററാക്ഷൻ പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ദ കൊഗ്നീഷൻ. ഇദ്ദേഹം പറയുന്നത് ഒരു ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുന്നതിൽ സമൂഹത്തിന് വലിയ പങ്കുണ്ട് എന്നുള്ളതാണ് വൈഗോഡ്സ്കി പറയുന്നത്. ഓക്കെ,
His assumption was everything learned at 2 levels interaction with others, the first, and integrated into the individual's mental structure second. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ആദ്യം ഒരു ഭാഷ പഠിക്കുമ്പോൾ എല്ലാം പഠിക്കുന്ന 2 ലെവലിലാണ്. ഒന്ന് ഫസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് ഇൻറ്റു ഇൻഡിവിജ്വൽ ഫസ്റ്റ് വിത്ത് അതേഴ്സ് ദ ഫസ്റ്റ്. നമ്മൾ സമൂഹം മറ്റുള്ളവരുമായിട്ട് ഇടപഴകിയിട്ടാണ് നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നതെന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞു. ഒന്നാമത്തെ കാര്യം. രണ്ടാമതാണ് എന്ത്? സ്വന്തം ഇൻഡിവിജ്വലിന്റെ മെന്റൽ സ്ട്രക്ചറിൽ നിന്നുള്ള പഠനം നടക്കുന്നത്. അപ്പോൾ ഭാഷാ പഠനത്തിലെ 2 ലെവൽ ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട്. ഒന്ന് സൊസൈറ്റിയുമായി, മറ്റൊന്ന് അവൻ്റെ ഉള്ളിൽ തന്നെ. ഓക്കെ, ഇതാണ് അദ്ദേഹം പറഞ്ഞത്. എവറി ഫങ്ഷൻ ഇൻ ദ ചൈൽഡ്സ് കൾച്ചർ ഡെവലപ്മെന്റ് അപ്പിയർസ് ട്വൈസ്. എല്ലാ മനുഷ്യന്റെയും എല്ലാ കുട്ടിയുടെയും സാമൂഹികമായിട്ടുള്ള വികസനം 2 തരത്തിലാണ് നടക്കുന്നത്. ഫസ്റ്റ് ഓൺ ദ സോഷ്യൽ ലെവൽ ആൻഡ് ലേറ്റർ ഓൺ ദ ഇൻഡിവിജ്വൽ ലെവൽ. ഒന്ന് സോഷ്യൽ ലെവലിലും മറ്റൊന്ന് ഇൻഡിവിജ്വൽ ലെവലിലും. ഇത് അദ്ദേഹം പറഞ്ഞ വൈഗോട്സ്കിയുടെ ബുക്കിൽ നിന്ന് അദ്ദേഹം എന്താണോ പറഞ്ഞത് അത് കോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ബേസ് ചെയ്തിട്ട് എന്ത് ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് ദെൻ ഇൻസൈഡ് ദ ചൈൽഡ്. ആളുകൾക്കിടയിലും പിന്നെ കുട്ടീൻ്റെ ഉള്ളിലും. ഓക്കെ, അപ്പോൾ ഒരു കുട്ടിയുടെ കൾച്ചറൽ സാമൂഹികമായ വികസനം നടക്കുന്നത് ഏതിലൂടെയൊക്കെയാണ് ഭവ്യ? എങ്ങനെയാണ് നടക്കുന്നത്? social level and individual level. ഫസ്റ്റ് ബിറ്റ്വീൻ പീപ്പിൾ, സെക്കൻഡ് ബിറ്റ്വീൻ ഇൻസൈഡ് ദ ചൈൽഡ്. അതായത് ഒന്ന് സോഷ്യൽ ലെവലിൽ നടക്കുന്നു, അതിനുശേഷം ഇൻഡിവിജ്വൽ ലെവൽ. ഓക്കെ. It was Vygotsky who laid stable edifice of social cultural context on which theory on the language acquisition. അപ്പോൾ ലാംഗ്വേജ് അക്വിസിഷന്റെ ഭാഗത്ത് സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് കൊണ്ടുവന്നത് ഇദ്ദേഹമാണ് എന്നാണ് പറയുന്നത്. വൈഗോട്സ്കി. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞാൽ പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒന്ന്, അദ്ദേഹം ഒരു റഷ്യക്കാരനാണ്. ഓക്കെ, അദ്ദേഹം കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ആളാണ്. പിന്നെ സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ട്. 1, 2, 3 പോയിന്റായി. നാലാമത് അദ്ദേഹം പറഞ്ഞത് 2 രീതിയിലാണ് ഈ സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ നടക്കുന്നത്. അതിൽ ഒന്ന് സോഷ്യൽ ലെവൽ, പിന്നെ ഒന്ന് ഇൻഡിവിജ്വൽ ലെവൽ. ഇതാണ് അദ്ദേഹം നാലാമതായി പറഞ്ഞത്. അഞ്ചാമതായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അഞ്ചാമതായി അദ്ദേഹം പറയുന്നത് വൈഗോട്സ്കി ആസ് എ മോഡേൺ തിങ്കർ ഹാസ് കോൺട്രിബ്യൂട്ടഡ് ലോട്ട് ടു ദ റിലം ഓഫ് ദ ലാംഗ്വേജ് അക്വിസിഷൻ പർട്ടിക്കുലർ എഡ്യൂക്കേഷൻ ജനറൽ. ഓക്കെ, മനസ്സിലായല്ലോ. അതിനകത്ത് വേറെ ഒന്നുമില്ല. അടുത്തത് ZPD ആണ്. ZPD അതിന് നമ്മൾ ZPD എന്ന് വായിക്കുക. ഹിസ് തിയറി റിലേറ്റഡ് ടു ദ കൺസെപ്റ്റ് ഓഫ് ദ സോൺ പ്രോക്സിമൽ ഡെവലപ്മെന്റ് ഹാസ് ഗോട്ട് ഗ്രേറ്റ് ഇമ്പൾസസ് ആൻഡ് വൈഡ് റെക്കഗ്നിഷൻ. അദ്ദേഹത്തിന്റെ ZPD അല്ലെങ്കിൽ സോൺ പ്രോക്സിമൽ ലെവൽ എന്ന് പറയുന്ന തിയറിയിലെ കൺസെപ്റ്റ്, ആ കൺസെപ്റ്റ് വളരെ വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഭവ്യ കേട്ടിട്ടുണ്ടോ ZPD? കേട്ടിട്ടുണ്ട് സർ. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. സൈക്കോളജിയിൽ പഠിച്ചല്ലേ? പഠിച്ചതാണ്. അറിയോ എന്താ സാധനം അറിയോ? പറയാൻ പറ്റുമോ? അതെന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് സ്വന്തമായിട്ട് എത്താവുന്ന ഒരു ലെവലുണ്ട്. അപ്പം അതിന് മുകളിൽ എത്താനായിട്ട് ഒരു കൈത്താങ്, സ്കഫോൾഡിങ് കൊടുക്കും. അപ്പൊ സ്കഫോൾഡിങ് കൊടുക്കുമ്പം അതൊരു ഉയർന്ന നിലയിലേക്ക് എത്തിച്ചേരും. അപ്പൊ അതിന്റെ ഇടയിലുള്ള വ്യത്യാസത്തെയാണ് ZPD എന്ന് പറയുന്നത്. Yes, according to Vygotsky, ZPD is the level. ZPD അല്ല കേട്ടോ, ZPD എന്നാണ് വായിക്കേണ്ടത്. ഇതിന് Z എന്നല്ല വായിക്കേണ്ടത്, Z എന്നാണ് കേട്ടോ. പക്ഷെ നമ്മൾ Z എന്ന് പറയുന്ന ലെറ്റർ ആണ്, പക്ഷെ വായിക്കുന്നത് C എന്ന് വായിക്കേണ്ടത്. ZPD is the level where the potential for the cognitive level is limited. സാധാരണ ഈ കോഗ്നിറ്റീവ് ലെവലിൽ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു അറിവാണ് ഉണ്ടാവുക. അതിൽ നിന്നും നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്കഫോൾഡിങ് കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയ ഒരു നോളജ് കിട്ടും. അപ്പോൾ അതിനിടയിലുള്ള ആ ഗ്യാപ്പിനെയാണ് എന്ത് വിളിക്കുന്നത്? ZPD എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇതാണ് ചിത്രം. നോർമലി ഒരു കുട്ടിക്ക് സ്വന്തം ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലുണ്ട്, ക്യാൻ ഡു. ഓക്കെ, എന്നാൽ കാണ്ട് ഡു, ചെയ്യാൻ പറ്റാത്ത ഒരു സംഗതിയുണ്ട്. ഈ ചെയ്യാൻ പറ്റുന്നതിൽ നിന്നും ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ആതിര? എന്തിന്റെ സഹായത്തോടെ? മറ്റുള്ളവരുടെ സഹായത്തോടെ, മറ്റൊരാളുടെ സഹായത്തോടെ. എന്താ? സ്കഫോൾഡിങ്, കൈത്താങ് അല്ലെ? സ്കഫോൾഡിങ്. കൈത്താങ്ങേ പാടുള്ളൂ, ഒന്ന് താങ്ങ് ചെയ്യാനേ പാടുള്ളൂ, അത് ചെയ്തു കൊടുക്കാൻ പാടില്ല.
മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇൻ ഓർഡർ ടു ഡെവലപ്പ് ദിസ് സോൺ ഫുള്ളി എ കൈൻഡ് ഓഫ് സപ്പോർട്ട് ഇസ് റിക്വയർഡ്. ദിസ് അക്കാദമിക് സപ്പോർട്ട് ക്യാൻ ബി ഗിവൺ എ പിയർ, അതൊരു ഒരു പിയർ ആവാം, സമപ്രായക്കാരായിട്ടുള്ള ആളിൽ നിന്നാവാം, അനേബിൾ ടീച്ചർ, ഒരു ടീച്ചറുടെ കയ്യിൽ നിന്നാവാം, ഫോം ഓഫ് സ്കഫോൾഡിങ്. അതിനാണ് നമ്മൾ സ്കഫോൾഡിങ് എന്ന് പറയുക, ഹെൽപ്പ്, സഹായത്തിന്, കൈത്താങ്ങനെ. പ്രോപ്പർ സ്കഫോൾഡിങ് മേ എനേബിൾ ദ ലേണർ ടു റീച്ച് ദ പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ. അപ്പൊ പ്രോപ്പറായ സ്കഫോൾഡിങ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടീനെ പാലിലേക്ക് എത്തിക്കാൻ പറ്റും. പാൽ എന്താ ഈ പാല്? എന്താ അതിനാ പാൽ? പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ. ഈ വേർഡ്സ് ഇത് ഓർത്തിരിക്കണം. പാല്, which is the highest as far as the development of the cognition is concerned. From this, it can be simply stated that the zone of the area between CAL and PAL is called ZPD. Okay. ഈ കാൽ എന്താണ്? കറന്റ് എബിലിറ്റി ലെവൽ. ക്യാൻ എബിലിറ്റി, കറന്റ് എബിലിറ്റി ലെവൽ, ഹാൻഡ് എബിലിറ്റി ലെവൽ അല്ലേ? മറ്റേത് പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ. ചെയ്യാൻ സാധ്യമായിട്ടുള്ള ലെവലാണ് പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവല്. കാണ്ട് ഡു ആയിട്ടുള്ള കാര്യം ഇതാണ് കാൽ അല്ലേ? അപ്പോ ദ സോൺ അല്ലെങ്കിൽ ഏരിയ ബിറ്റ്വീൻ കാൽ ആൻഡ് പാൽ, കാലിന്റെയും പാലിന്റെയും അല്ലേ, പാലിന്റെയും കാലിന്റെയും ഇടയിൽ ആണ് എന്തുള്ളത്? ZPD ഉള്ളത്. ലെ വൈഗോട്സ്കി റാഷണൽ. ഓക്കെ, സോഷ്യൽ ഇന്ററാക്ഷൻ ഈസ് എ മേജർ ഫാക്ടർ ദാറ്റ് ലീഡ്സ് ടു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇൻ ചിൽഡ്രൻ. കുട്ടികളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാണ് ആതിര പറഞ്ഞത്? ഇദ്ദേഹം സോഷ്യൽ ഡെവലപ്മെന്റ്, സോഷ്യൽ ഇന്ററാക്ഷൻ. സോഷ്യൽ ഇന്ററാക്ഷൻ ആണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആരാ പറഞ്ഞത് ആതിര? വൈഗോട്സ്കി അല്ലേ? എവറി ഫെൽറ്റ് ഇൻ ദ ചൈൽഡ്സ് കൾച്ചർ ഡെവലപ്മെന്റ് ട്വൈസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒന്ന് സോഷ്യൽ ലെവലും ഇൻഡിവിജ്വൽ ലെവലും. ഓക്കെ, പിന്നെ ഭാഷയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് വൈഗോട്സ്കി ടു വ്യൂ ലാംഗ്വേജ് ടു വൺ ഓഫ് ദ മാൻസ് ഗ്രേറ്റസ്റ്റ് ടൂൾ ഓഫ് ദ ഡെവലപ്മെന്റ്, നോട്ട് ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഇത് ഭാഷയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ലാംഗ്വേജ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂളാണ് ഡെവലപ്മെന്റിന്റെ, കമ്മ്യൂണിക്കേഷന്റെ അല്ല. വെറും കമ്മ്യൂണിക്കേഷന്റെ മാത്രമല്ല, ഒരു മനുഷ്യന്റെ ഡെവലപ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂളാണ് ലാംഗ്വേജ് എന്നാണ് വൈഗോട്സ്കി പറഞ്ഞത്. ലാംഗ്വേജ് അണ്ടിൽ ദ ഏജ് ഓഫ് 2, 2 വയസ്സ് വരെ ഇസ് ജസ്റ്റ് എ മീൻസ് ഓഫ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ. അത് വെറും ഒരു എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ്. പിന്നീട് 2 വയസ്സ് വരെ 2 വയസ്സ് വരെ എന്താണ്? വെറും ഒരു എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ്. പിന്നീട് അത് ബിക്കം പ്രൈവറ്റ് സ്പീച്ച്. ഓക്കെ, ഫ്രം ദ ഏജ് ഓഫ് 3. 3-ാം വയസ്സ് മുതൽ പ്രൈവറ്റ് സ്പീച്ചിലേക്ക് കുട്ടി കടക്കും. എന്താ പ്രൈവറ്റ് സ്പീച്ച് ആതിര? തന്നെ പറയുന്ന പരിപാടി, വർത്തമാനം പറയുന്ന പരിപാടി അല്ലേ? ലേറ്റർ ബിക്കം സൈലന്റ് ഇന്നർ സ്പീച്ച്. പിന്നീട് ഇന്നർ സ്പീച്ച് സൈലന്റ് ആവുകയും അല്ലെ, ഇന്റേണൽ തോട്ട് പ്രോസസ് ഇന്നർ സ്പീച്ചും ലേറ്റർ ബിക്കം സൈലന്റ്. സൈലന്റ് മീൻസ് ഇല്ലാതെ എന്നല്ല, സൈലന്റ് ആവും. ഓക്കെ, പുറമെ പരിപാടി നിൽക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞിട്ട് ആതിര പോ. Dash believed that cognitive development occurs in socio-cultural context and evolves out of the child's social interactions. Vygotsky. Good. Thank you. Next, Deeba Sethi. Sir, Which option is key while incorporating Vygotsky's theory in your classroom? scaffolding. Scaffolding. Okay. Okay. Next, Suji. What did Vygotsky call self-talk or child thinking out loud? എന്ന് വൈഗോട്സ്കി പറഞ്ഞത് എന്തിനെയാണ്? Self talk, child thinking loud, private speech. Private speech. ഈ പ്രൈവറ്റ് സ്പീച്ചിന് അദ്ദേഹം പറഞ്ഞത് ഇത് സെൽഫ് ടോക്ക് ആണ്, അല്ലെങ്കിൽ തിങ്കിങ് ഔട്ട് ലൗഡ്, നമ്മൾ ഉറക്കെ സംസാരിക്കുന്നത്. പിന്നെ സൈലന്റ് ആവുന്നത് അതിന് ശേഷമാണ്. ഓക്കെ, ഇനി അക്കോർഡിംഗ് ടു വൈഗോട്സ്കി. സർ, അപ്പൊ ആദ്യം ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ.
ഏതാ? സെൽഫ് ടോക്ക് എന്ന് പറയുമ്പോൾ തിങ്കിങ് ലൗഡ് സെൽഫ് ടോക്ക് ഓർ എ ചൈൽഡ് തിങ്കിങ് ഔട്ട് ലൗഡ്. ഈ സെൽഫ് ടോക്ക് എന്ന് പറയുന്നതാണ് അദ്ദേഹം എങ്ങനെയാണ് അതിനെ അദ്ദേഹം ടേം ചെയ്തിരിക്കുന്നത്? തിങ്കിങ് ഔട്ട് ലൗഡ്. രണ്ടും ഓക്കെ. നെക്സ്റ്റ് ഭവ്യ, according to Vygotsky, how is the zone of the proximal development ZPD fully developed? Through the potential ability level. Through Vygotsky, how is the zone of the ZPD എങ്ങനെയാണ് fully develop ആവുന്നത്? Through proper scaffolding. Through proper scaffolding. സ്കഫോൾഡിങ് വഴിയാന്ന് പറയുന്നത്. ആതിരാന്ന് പറ. ഭവ്യ പറഞ്ഞ തെറ്റാണോ ശരിയാണോ? ത്രൂ പ്രോപ്പർ സ്കഫോൾഡിംഗ് തന്നെ. ഉറപ്പല്ലേ? അതെ. ഓക്കെ, താങ്ക് യു. സോ ആതിര പ്ലീസ് റിമൈൻ ദേർ. ഇത് ഈ ചോദ്യത്തിന്റെ ആൻസറോട് പറയൂ. വിച്ച് സൈക്കോളജിസ്റ്റ് ഗേവ് ദ തിയറി ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്? ചോംസ്കി. ഓപ്ഷൻ ബി ചോംസ്കി. ചോംസ്കി അല്ലേ? ഓക്കെ, LAD ചോംസ്കി. വൈഗോട്സ്കി അല്ലല്ലോ? അല്ല. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ ടോപ്പിക് കഴിഞ്ഞു. നമുക്ക് അടുത്ത നെക്സ്റ്റ് ടോപ്പിക് നാളെ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഓക്കെ സർ. ഓക്കെ, എല്ലാവർക്കും വിഷ് ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു. Thank you, sir. Thank you, sir.